അവർക്കിട്ടൊരു പണി കൊടുത്തപ്പോ എന്തൊരു സന്തോഷം. നിർത്തടി. എന്താ മതിമറന്ന് നീ തുള്ളുന്നത്? ഇത്ര വലിയ സന്തോഷത്തിന്റെ കാരണം എന്താ? നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാവം എന്റെ അമ്മയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയതിന്റെ സന്തോഷമാണേടി നിനക്ക്. അവര് കരയുന്നത് കണ്ട് ചിരിക്കാനാ എന്റെ ആഗ്രഹം. ഏയ് നിർത്തടി. നിന്റെ കാരണം ഞാൻ പോയിക്കും. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് പിള്ളേര് കളിയാണെന്നോ? എടി, നീ വിചാരിക്കുന്നതും കരുതുന്നതും ഒന്നും അല്ല ജീവിതം. നീ ഇപ്പൊ കാണിച്ച അഹങ്കാരത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നിനക്കറിയാമോ? എടി, നിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ ആരും സമ്മതിക്കില്ല. എന്റെ സ്വഭാവം ഇതാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ. പക്ഷേ അതുകൊണ്ട് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാന്ന് ആരും വിചാരിക്കണ്ട. മുത്തശ്ശിയല്ല, മുത്തശ്ശൻ പറഞ്ഞാൽ പോലും ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. എന്തേ തല്ലുന്നില്ലേ? നിന്റെ തലയിലെ പിരികളെല്ലാം ഇളകി കിടക്കുക. നീ ആദ്യം അത് ശരിയാക്ക. മാധുരി, നിന്റെ മരണത്തിന് കാരണക്കാരായവരെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ഒഴിയാബാധയെന്ന് നമ്മൾ കരുതിയിരുന്ന ആ ശല്യം ദേ നാളെ കൂടും കിടക്കെ എടുത്തുകൊണ്ട് വീട് വിടുക. വന്നിട്ട് 5-6 ദിവസമേ ആയുള്ളെങ്കിലും കൊതുകടി പോലെ വലിയ ശല്യമായിരുന്നു അവള്. ആ നാശം ഇതോടെ പോയി കിട്ടി. സന്തോഷ സൂചകമായി നമുക്ക് അവൾക്കൊരു സദ്യ കൊടുത്തു വിട്ടാലോ? സംഗതി കൊള്ളാം. അവക്ക് വേണ്ടി പ്രത്യേക സദ്യ ഒന്നും ഒരുക്കണ്ട. ഇന്നത്തെ ഭക്ഷണം നമുക്ക് കൊണ്ടുചെന്ന് അവക്ക് കൊടുക്കാം. ആ അത് ശരിയാ. സ്നേഹ സദ്യയായിട്ട് തന്നെ നമുക്ക് വിളമ്പാം. നമ്മൾ വിളമ്പുമ്പോ അവിടുന്ന് ചിലതൊക്കെ ഇങ്ങോട്ട് വിളമ്പാനും സാധ്യതയുണ്ട്. അത് നേരാ. അവള് രഹസ്യങ്ങളിൽ ഒരു കലവറയാ. നമുക്ക് എല്ലാം തോണ്ടി മാന്തി എടുക്കാം. അത് തന്നെയാ വേണ്ടത്. എന്നാലും കെട്ടിലമ്മ ചമഞ്ഞിരുന്ന ആ നന്ദിനിക്ക് വേണ്ടത്ര കിട്ടി. അതെ അതെ, അച്ഛനും അമ്മയും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ വിചാരം. അതെന്തായാലും പൊളിഞ്ഞു. ഇന്നത്തോടെ അത് തീർന്നു. അല്ല പിന്നെ അതെ, ഈ നാളെ മുതൽ നന്ദിനി അവളെ എവിടെ കൊണ്ട് നിർത്തും? എന്തായാലും ആഹാരമായിട്ട് നമുക്ക് ഔട്ട് ഹൗസിലേക്ക് പോവാം. അവളെ നന്നായിട്ടൊന്ന് കാണണം. ഇതെന്താ താലപ്പൊലി പോലെ? അതിന് താലപ്പൊലി നീ കണ്ടിട്ടുണ്ടോ മോളെ? പിന്നെ കാലടി അമ്പലത്തില്. ഓ, ഞങ്ങളെ നിനക്കുള്ള ആഹാരമായിട്ട് വന്നതാ. നിങ്ങളെന്താ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. എന്താന്നറിയില്ല, നിന്നെ കണ്ടപ്പോ മുതലേ ഞങ്ങൾക്ക് നിന്നോട് പൊരിഞ്ഞ സ്നേഹമാ. അയ്യോ, പൊരിഞ്ഞ സ്നേഹമല്ല, അവിഞ്ഞ സ്നേഹം. അതല്ല, ഒരു പുന്നാരം. എന്ത് സ്നേഹം ആയിക്കോട്ടെ, എന്തായാലും സ്നേഹാണല്ലോ. ആര് കൊണ്ടുവന്നാലും ആഹാരം കഴിച്ചാ വയറ് നിറഞ്ഞ പോരെ. അതാണ്. കഴിക്ക് കഴിക്ക്, ആസ്വദിച്ച് കഴിക്കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. കൊടുക്ക്, എല്ലാ ഐറ്റംസും ഉണ്ട്, കഴിക്ക്. അതെ, ആ കസേര ഇങ്ങോട്ട് പിടിച്ചിട്ടേ ഇരുന്ന് കഴിക്കട്ടെ. മോളിങ്ങോട്ട് ഇരിക്കേ. അങ്ങനെ കഴിക്ക് കഴിക്ക്. ഇല്ലാണ്ടായി കഴിക്ക്. അയ്യോ, എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കൊണ്ടുവന്ന് തന്നല്ലേ, കുറ്റം പറയാൻ പറ്റോ? അതുകൊണ്ട് കൊള്ളാം. പിന്നെ ഒരു
കാര്യം സത്യമായിട്ട് പറയാം. സത്യം പറയാൻ പോവാണോ? ഒരു കറിക്കും ഉപ്പില്ല. ഈ നാട്ടിലൊക്കെ ഉപ്പിന് ഭയങ്കര വിലയാണോ? പക്ഷെ താങ്ക്സ്. സത്യത്തിലേ മോളുടെ അമ്മ ആരാ? ദൈവമേ. പിന്നെ സത്യത്തിലേ നീ ആരാ? ഞാൻ മീനാക്ഷി. അയ്യോ, ഞാനേ എന്റെ അമ്മയുടെ മകളാ. ആ, എന്റെ അമ്മയെന്ന് വെച്ചാ എന്റെ അച്ഛന്റെ ഭാര്യ. ഓ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? അയ്യോ, നിന്റെ അമ്മയുടെ പേരാണ് ഞങ്ങൾ ചോദിച്ചത്. പേരോ? വരട്ടെ, നിന്റെ നാവിന്ന് ഒഴുകി പോരട്ടെ. ഈ മുട്ടയും കൂടെ കഴിക്കാം. പേര് മാധവി, മന്ദാകിനി, നന്ദിനി നീ തമ്മിലേ എങ്ങനെയാ കണ്ടുമുട്ടിയത്? അത് പറ, അത് പറ. മതിയോ? അല്ല, ഞാനേ കൈ വാഷ് ചെയ്തിട്ട് വരാം. അല്ല, പറയുന്നില്ലേ? ഇനി പറ. അതെ, ഊണ് കഴിഞ്ഞാൽ ഉടനെ എനിക്കൊന്ന് കിടക്കണം. അതെ, കുട്ടിക്കാലം മുതലുള്ള ശീലം. അല്ല, നമുക്ക് ഈ കോൺവെർസേഷൻ തുടരണ്ടേ? ഉറക്കം വന്നാലേ ഞാൻ മഹാപ്രശ്നക്കാരിയാ. പോയ് പോയ് പോയ്. ആലമോളെ, പേര് പറഞ്ഞില്ല. വേണ്ട വേണ്ട, കുട്ടി കിടന്നോളൂ. കിടന്നോ? ആ, പിന്നെ ഇത് എടുത്ത് മാറ്റിയിട്ടിട്ട് പോണം. വേണ്ടായിരുന്നു. അയ്യോ, ഗുണ്ടുമുളക് പോലെ ആയിരിക്കുന്നത്, പക്ഷെ കാഞ്ഞില്ല. അതെ, വാങ്ങോട്ട് കറി എടുക്കുക. സമയം കളഞ്ഞു നിച്ചം. മോനെ ദാ താങ്ക്സ്. ചായ. അല്ല, കൂട്ടുകാരിയുടെ മോൾക്ക് ചായ കൊടുത്തില്ലേ? ഈ വീട്ടില് അവളുടെ അന്ത്യച്ചായല്ലേ? ദ ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറയും പോലെ ദ ലാസ്റ്റ് ടീ കൊണ്ട കൊടുക്ക്. അമ്മയ്ക്ക് എന്റെ ദൈവമേ കളിയാക്കിയില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലേ? എടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, മതി. ആ പെൺകുട്ടിയെ അങ്ങനെ അങ്ങ് പറഞ്ഞുവിടാൻ പറ്റില്ലെന്ന് ദേവമ്മയ്ക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ അവരെ ധിക്കരിക്കില്ല. അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഞാനിനി അതിന് തടസ്സമായിട്ടൊന്നും നിൽക്കില്ല. അച്ഛനും അമ്മയും എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ തന്നെ നടക്കട്ടെ. നീ എന്താ ഇവിടെ വായും വിളിച്ച് നിൽക്കുന്നു? ചേച്ചി വീട്ടിന് പോവാണോ? ഞാൻ പോവാണോന്നോ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? അടുക്കളയിൽ നിന്ന് അമ്മ അപ്പച്ചൊക്കെ പറഞ്ഞു കേട്ടതാ. ഓ, അത് ശരി. അപ്പൊ അടുക്കള ചർച്ചകളില് എന്നെ എടുത്തിട്ടാ അമ്മമാരലക്കുന്നത്.
ഇവിടുന്ന് ഓടിക്കാനുള്ള പ്ലാനിങ്ങുകളാ അവിടെ നടക്കുന്നത്. വരട്ടെ. ചേച്ചി ചേച്ചി നന്ദന അമ്മേന്റെ ആരാ? ഞാൻ കാലൻ, അവരെ കൊല്ലം വന്ന കാലൻ. അയ്യോ കാലണോ? കാലൻ പെണ്ണാണോ? ആ എന്ന കാലത്തി. എന്റെ പോത്തവിടെ? പോത്തോ? കാലം വന്നത് പോത്തിന്റെ പുറത്ത് കയറുമായിട്ടാ മുത്തശ്ശി പറയാനെ കേട്ടിട്ടുണ്ട്. ഇതേ ഒരു വെറൈറ്റി കാലത്തിയാ. പൊടി പോ, അല്ലെങ്കിലേ ഈ കാലത്ത് നിന്റെ നേരെ പാഞ്ഞു വരും. ഓ, ഒരു വെറൈറ്റി കാലത്ത് വന്നിരിക്കുന്നു. ഇനി അങ്ങനെ ഈ വീട്ടിൽ നിന്ന് പോയാൽ ശരിയാവില്ല. ഇവിടെ നിന്നാ മാത്രമേ എന്റെ അമ്മയെ ഇല്ലാതാക്കിയ നന്ദിനിയോട് പ്രതികാരം ചെയ്യാൻ പറ്റൂ. ഇവിടെ തന്നെ നിൽക്കണം. അതിന് എന്തോ ഒരു വഴി. കാർത്തികിനോട് സംസാരിച്ച് മീനാക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. കുട്ടിയെ ഇവിടുന്ന് അങ്ങനെ പറഞ്ഞയക്കാൻ പറ്റില്ലല്ലോ. മോനെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ അമ്മേ? മീനാക്ഷിയെ കുറിച്ചാ. പറയൂ ദേവമേ, പറയൂ. കാർത്തി, നീ ഉച്ചയ്ക്ക് ഊണാൻ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ ടിഫിൻ കാരില് ഊണ് അങ്ങോട്ട് കൊടുത്തു വിടണോ? എന്താ വേണ്ടെന്ന് ഞാൻ വിളിച്ചു പറയാമേ. ശരി. മീനാക്ഷിയുടെ കാര്യം സാവിത്രിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യും? ഇവളെന്തോ എന്റെ മകനോട് രഹസ്യം പറയാൻ വന്നതുപോലെ തോന്നുന്നുണ്ടല്ലോ. എന്തായിരിക്കും അത്? കാർത്തിക്, നീ ഓഫീസിലേക്കല്ലേ പോകുന്നത്? അതെ ദൈവമേ. എന്നാ പിന്നെ എന്നെ ആ ആയിരവല്ലിക്കാവ് ക്ഷേത്രത്തില് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അതിനെന്താ, ദൈവമാ. അല്ല, അതെന്താ ഇപ്പൊ ഒന്നുമില്ലാത്ത നേരത്തൊരു ക്ഷേത്രത്തിൽ പോക്ക്? തന്നെയല്ല, ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തു തീർത്തിട്ട് വൈകുന്നേരം പോയാ പോരെ? ഇവിടുത്തെ എല്ലാ ജോലികളും ഞാൻ തീർത്തു വെച്ചു സാവിത്രി. എന്നാലും ഇവന്റെ ഓഫീസിലേക്കല്ലേ പോകുന്നത്? പോകുന്നെങ്കിൽ നിനക്ക് വേറെ വണ്ടി എടുത്തു പൊക്കൂടെ? അതിന് ദൈവമേ എന്റെ കൂടെ വരുന്നതിന് അമ്മയ്ക്ക് എന്താ? വാ ദൈവമേ, നമുക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ളത് മീനാക്ഷിയെ കുറിച്ചാ. അത് തൽക്കാലം ആരും അറിയാനും പാടില്ല. ദൈവമ കാറിലേക്ക് കയറ്, നമുക്ക് അക്കാര്യം ആലോചിക്കാം. വാ. വാ കേറ്. എന്താ നോക്കി നിൽക്കുന്നേ? അല്ല, എവിടേക്കാ? ദേവമ്മ അമ്പലത്തിലേക്ക്, ഞാൻ ഓഫീസിലേക്കും. എന്താ? അമ്പലത്തിൽ പോകുന്ന ഇവരുടെ കയ്യില് താലവും പൂക്കളും ഒന്നും ഇല്ലല്ലോ. ഇവരെന്നെ പുറത്താക്കാനുള്ള എന്തോ പ്ലാനിങ്ങിലാ. തൽക്കാലം എനിക്കിവിടെ നിന്നേ പറ്റൂ. ഇവരുടെ പ്ലാൻ പൊളിക്കണം. സ്കൂട്ടറില് കീ ഉണ്ടാവോ? ദേവമ്മ ഇറങ്ങ. പറ ദേവമ്മേ, മീനാക്ഷിയുടെ കാര്യമല്ലേ ദേവമ്മയ്ക്ക് പറയാനുള്ളത്? അതെ മോനെ, മീനാക്ഷി
മീനാക്ഷി എന്തായാലും ചെമ്പകമംഗലത്ത് നിർത്താൻ പറ്റില്ലെന്ന് അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. അമ്മയുടെ സന്മനസ്സും ആത്മാർത്ഥതയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്റെ കാര്യം തന്നെയാ പറയുന്നത്. പക്ഷേ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരുപക്ഷെ ദൈവമേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ചെറുപ്പം മുതലേ എന്റെ ദേവമ്മ പറയുന്നതായിരുന്നു എനിക്ക് വേദവാക്യം. ദേവമ്മ പറയുന്നതായിരുന്നു എനിക്ക് ശരി. ദേവമ്മയുടെ നല്ല ഗുണങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വളർന്നത്. ജീവിതകാലം മുഴുവൻ ദേവമ്മയെ തോരാതെ കരയിപ്പിച്ച രണ്ടുപേരുടെ മകളാണ് മീനാക്ഷി. ആ മീനാക്ഷിയെ ദേവമ്മ ഇപ്പം മകളായിട്ട് കരുതുന്നു. അമ്മയ്ക്ക് അവളോടുള്ള സ്നേഹം എനിക്കറിയാം. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക, പേടിക്കണ്ട. അവളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വാ കേറ്. അങ്ങനെയൊന്നും വിട്ടാൽ ശരിയാവില്ലല്ലോ. നിന്നെ വണ്ടി ഇടിച്ചിട്ടൊന്നുമില്ല, നീ സ്കൂട്ടറിൽ നിന്ന് വീണല്ലേ? വേണ്ട വേണ്ട വേണ്ട, ഇവിടെ കിടന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ദൈവമേ പിടിക്കേ, എഴുന്നേക്ക്, വാ ഹോസ്പിറ്റലിൽ പോവാം. അയാളൊന്ന് കരയാതിരിക്കും, തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. കയ്യും കാലൊക്കെ അതേ സ്ഥാനത്ത് തന്നെ ഉണ്ട്. എന്നെ ഇടിച്ച് തെറിപ്പിച്ചത് ACP ആയതുകൊണ്ടല്ലേ ഡോക്ടർ പാർഷ്യാലിറ്റി കാണിക്കുന്നത്? ഞാനൊരു പാർഷ്യാലിറ്റിയും കാണിച്ചിട്ടില്ല. ഇയാളൊന്ന് അടങ്ങി കിടക്കാനല്ലേ പറഞ്ഞോളൂ. അയ്യോ, എന്റെ കൈ കാലം ഒടിഞ്ഞേ. അയ്യോ, എന്നെ കാറടിച്ച് തെറിപ്പിച്ച. അയ്യോ, കാറടിച്ച് തെറിപ്പിച്ചെങ്കിൽ താനിപ്പോ ബാക്കി ഉണ്ടാവുമായിരുന്നു. ഈ കുട്ടി സാറിന്റെ ആരാ? ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ. ഓ, എന്തായാലും എക്സ്റേ ഒന്ന് വന്നോട്ടെ. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കൂ. ശരി ഡോക്ടർ. അയ്യോ, എന്റെ ലൈഫ് പോയേ. അയ്യോ, എല്ലാം തകർന്നു പോയേ. എന്റെ കൈ പോയേ. ഇവളെങ്ങനെ വന്ന് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ചാടി? അതാ ഞാനും ആലോചിക്കുന്നത്. ചെമ്പകമംഗലത്ത് നിന്ന് നമ്മൾ പോരുമ്പോ ഇവിടെ അവിടെ നിൽപ്പുണ്ടായിരുന്നില്ലേ? അതെ, ആ സ്കൂട്ടർ നമ്മുടേതാ. അതും എടുത്തോണ്ട് കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും. ഏതായാലും അവൾക്കൊന്നും പറ്റിയിട്ടില്ല. വെറുതെ കിടന്ന് കരഞ്ഞ് ഷോ കാണിക്കുന്നത്. അവള് മനഃപൂർവ്വം വണ്ടിക്ക് മുന്നിലേക്ക് വന്ന് ചാടിയതാ. ഞാൻ വ്യക്തമായി കണ്ടതാ. എന്നിട്ട് വളരെ സേഫ് ആയിട്ട് വീഴുകയും ചെയ്തു. അവൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദൈവമേ, അവള് നമ്മുടെ പിന്നാലെ തന്നെ വന്നതാ. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ അതെനിക്ക് ഉറപ്പാ. ഡോക്ടർ, ആ കുട്ടിയോട് കിടന്ന് ബേളം വെക്കേണ്ട ഒരു കാര്യമില്ല. ഫ്രാക്ചർ ഒന്നും കാണുന്നില്ല. ആ കാണുന്ന ചതവേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല.
താങ്ക് യു ഡോക്ടർ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ തട്ടിപ്പാ അവളുടെ. ഇവരെവിടെ പോയി? കാണുന്നില്ലല്ലോ. ദേവമ്മ വന്നേ നോക്കാം. അയ്യോ, എന്റെ രണ്ട് കാലിന് മാരക വേദന. അയ്യോ, എന്റെ രണ്ട് കാലിന് മാരക വേദന. സഹിക്കാൻ വയ്യേ. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യേ. എന്റെ കാലൊക്കെ ഇപ്പൊ ഇളകി പോവേ. അയ്യോ, ഇഞ്ചക്ഷൻ തന്നിട്ടൊന്നും രക്ഷയില്ല. ഈ ഡോക്ടർ കൂടെ വന്നവരൊക്കെ എന്നെ ഉപേക്ഷിച്ചോ? അയ്യോ, നിന്റെ വായൊന്ന് അടച്ചു വെക്കടി. ഇത് ഹോസ്പിറ്റല്, അല്ലാതെ ചന്തയൊന്നുമല്ല. അമ്മേ. അയ്യോ. നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതെ, ആ ഡോക്ടറിനൊന്നും അറിഞ്ഞൂടാത്തോണ്ട് പറയുന്നതാ.